പാവതു പാടട ലഗാർ അനധരി ചാജടു. കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. ചില സമയത്ത് വായനയിൽ എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പ്രമുഖ പ്രസാധകര പുസ്തകമാണ്. ഷെർലക് ഹോംസ് ആണ് കഥ. ഷെർലക് ഹോംസിന് എന്നത്തെയും പോലെ ഒരു കത്ത് കിട്ടാണ്. കത്ത് ഞാൻ വായിക്കാം. പാവതു പാടട ലഗാർ അനധരി ചാജടു. വല്ലതും മനസ്സിലായോ? ഇല്ല. ഒരു എഴുത്ത് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. മാസങ്ങളോളം ദിവസങ്ങളോളം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു എഴുത്തുകാരൻ അത് ഒരു പബ്ലിഷേഴ്സിൽ എത്തിക്കുന്നു. അവരുടെ ഒരു എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് പോലുള്ള കുറെ ടെക്നിക്കൽ സാങ്കേതിക വിദ്യകൾക്ക് ശേഷം ഇത് വായനക്കാരിലേക്ക് എത്തുന്നു. വായനക്കാരൻ എന്നിട്ട് അതിലൊരു തെറ്റ് കണ്ടുപിടിക്കുന്നത് എത്രമാത്രം മോശമാണ്. പലപ്പോഴും പബ്ലിഷേഴ്സ്, ഞാൻ കുറ്റം പറയല്ല, ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മനഃപൂർവ്വം അല്ലാതെ പോലും സംഭവിക്കുന്നത്. പക്ഷേ 250 രൂപ വില കൊടുത്ത് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞ് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? അത് മീറ്റ് ചെയ്യാൻ എല്ലാ പബ്ലിഷേഴ്സും ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ പുസ്തക രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ വർക്ക് അത് ഏത് രൂപത്തിലാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള റോബിൻ റോയ് ഒരു സംരംഭം ഒരുക്കുന്നുണ്ട്. റെസൊണൻസ് ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഈ സംരംഭം ഒരു പുസ്തകത്തിന് ആവശ്യമായിട്ടുള്ള ലേ ഔട്ട്, എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ്, മാർക്കറ്റ് അനാലിസിസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള അതിന്റെ ടെക്നിക്കൽ സൈഡുകളും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണവും നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നതാണ്. ഇത് റോബിനും ഈ സംരംഭത്തിനും ഒരു ആശംസാ വീഡിയോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ വിപണിയിൽ ഇറങ്ങി കാണാനുള്ള ഒരു സാധാരണ വായനക്കാരന്റെ ആഗ്രഹം കൂടിയാണ്. എല്ലാവിധ ആശംസകളും.